ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 36 മുതൽ 39 വരെയുള്ള 4 ശ്ലോകങ്ങൾ നോക്കാം. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിശ്ചന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അഥ കേന പ്രയുക്തഃ അയം പാപം ചരതി പൂരുഷഃ അനിശ്ചൻ അപി വാർഷ്ണേയ ബലാദ് ഇവ നിയോജിതഃ. അഥ എന്നാൽ ഹേ വാർഷ്ണേയ, അല്ലയോ വൃഷ്ണി വംശജനായ ഭഗവാനെ, കേന പ്രയുക്തഃ ആരാൽ പ്രേരിതരായിട്ടാണ് അയം പുരുഷഃ ഈ മനുഷ്യൻ പാപം ചരതി പാപകർമ്മങ്ങൾ ആചരിക്കുന്നത്. എങ്ങനെയാണ് പാപകർമ്മങ്ങൾ ആചരിക്കുന്നത്? അനിശ്ചൻ അപി സ്വമേധയെ അവൻ ഇഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ ബലാദ് ഇവ നിയോജിതഃ ബലപ്രകാരം ആരോ അവനെ കൊണ്ടത് ചെയ്യിക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ കർമ്മങ്ങളുടെ എല്ലാം വളരെ അഗാധ തലത്തിലുള്ള അർത്ഥങ്ങളെ അർജുനന് ഉപദേശിച്ചു കൊടുത്ത് കഴിഞ്ഞു. അപ്പോഴാണ് അർജുനന് സംശയം തോന്നുന്നത്, അല്ല ഭഗവാനെ, ഈ മനുഷ്യരെല്ലാം കൊടും പാപങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. പക്ഷേ ആരാലോ പ്രേരിതരായിട്ടാണ് അവരത് ചെയ്യുന്നത്. സ്വമേധയാ അവരും ആത്മസ്വരൂപികളായതുകൊണ്ട് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കെ ആരാലോ പ്രേരിതനായിട്ടാണ്, ആരുടെയോ ബലപ്രകാരമാണ് അവർ ഇപ്രകാരമുള്ള പാപകർമ്മങ്ങൾ ആചരിക്കുന്നത്. അത് ആരാണ് ഇപ്രകാരം ഒരു പ്രേരണ നൽകാൻ കാരണമായി ഭവിക്കുന്നത്? നമ്മൾ ആചരിക്കുന്ന കർമ്മങ്ങളെ ഒന്ന് സമഗ്രമായി പരിശോധിച്ചാൽ അതിൽ പുണ്യകർമ്മങ്ങളുണ്ട്, പാപകർമ്മങ്ങളുണ്ട്, സമ്മിശ്രമായ കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം ആചരിക്കുന്നതിന് ഏതോ ഒരു ശക്തിയുടെ പിന്തുണ മനുഷ്യർക്കുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആരാൽ പ്രേരിതരായിട്ടാണ് ഇപ്രകാരം ഉള്ള കർമ്മങ്ങളിൽ മനുഷ്യൻ വ്യാപൃതനാകുന്നത് എന്നുള്ളതാണ് അർജുനൻ്റെ സംശയം. വിശേഷിച്ചും പാപകർമ്മങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പ്രേരണ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? സ്വമേധയാ അവർ ആത്മസ്വരൂപികളായിരിക്കുമ്പോൾ അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയാതെ വരേണ്ടതല്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ പോലും നിയോഗിക്കപ്പെടുന്നത്? എനിക്കറിയാം ഭഗവാനെ, അവരാരും തന്നിഷ്ടപ്രകാരമല്ല ആ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഏതോ ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. രാമായണത്തിലെ രാമായണകർത്താവായ വാൽമീകി മുനിയുടെ പൂർവാശ്രമം, ആ രത്നാകരനെ വനമധ്യത്തിലൂടെയുള്ള കാട്ടുപാതയിൽ വരുന്ന എല്ലാ യാത്രക്കാരിൽ നിന്നും ധനം കൊള്ളയടിക്കണം എന്നുള്ള ഒരു കൃത്യം ചെയ്യേണ്ടതായി വന്നു. അയാളുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയല്ല അത് ചെയ്തിരുന്നത്. അത് സപ്തർഷികളുമായിട്ടുള്ള സംവാദത്തിൽ രത്നാകരൻ പറയുന്നുമുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, അവരെ പോറ്റണമെങ്കിൽ എനിക്ക് ആരിൽ നിന്നും എന്തെങ്കിലും ഗ്രഹിച്ചേ മതിയാവൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊള്ളയടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാന കണ്ണ് തുറക്കുന്നതിനായിക്കൊണ്ട് സപ്തർഷികൾ ഇതിൻ്റെ പാപഫലത്തെ ആര് ഭുജിക്കും എന്ന് ചോദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യം കേൾക്കുമ്പോഴാണ് രത്നാകരനൊരു സംശയം തോന്നുന്നത്.
ഇത് ഞാൻ സ്വയമാണോ അതോ എല്ലാവരും ചേർന്ന് ഭുജിക്കുമ്പോൾ? കാരണം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ധനം എല്ലാവരും പങ്കിട്ട് അനുഭവിക്കുമ്പോൾ അത് ഏത് പ്രകാരത്തിൽ സമ്പാദിച്ചു അതിൻ്റെ പാപഫലങ്ങളും കൂടി ചേർന്ന് അനുഭവിക്കേണ്ടതല്ലേ എന്നൊരു സംശയം രത്നാകരൻ്റെ മനസ്സിൽ വരുന്നത്. എന്നാൽ സ്വപത്നി തന്നെ അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. ഓരോരുത്തരും ആചരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർക്കേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, അത് മറ്റാരും പങ്കിടുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി രത്നാകരനെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ ആ കുടുംബഭാരം അല്ലെങ്കിൽ കുടുംബഭരണം എന്നുള്ള ഒരു പ്രേരണയാണ് രത്നാകരനെ കൊണ്ട് അപ്രകാരം ഒരു കുകർമ്മം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെയും ദുര്യോധനാദികളാവട്ടെ അവർ കൊടിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. അവർ എന്തുകൊണ്ടാണ് അപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് അർജുനൻ ഭഗവാനോട് ഇപ്രകാരം ചോദ്യം ഉന്നയിക്കുന്നത്. ദുര്യോധനാദികളെ ഒരു പ്രത്യേക പദം വെച്ചിട്ടാണ് ഇവിടെ ആദതായികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീത വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആദതായി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടും ക്രൂരതകൾ ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്തവരെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കൊടിയ കർമ്മങ്ങൾ അവർ ആചരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആ ശക്തമായ പ്രേരണ എന്താണ് എന്നറിയാനാണ് അർജുനൻ ഇവിടെ ഈ ചോദ്യം ഭഗവാനോട് ഉന്നയിക്കുന്നത്. അർജുന ഉവാച അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിശ്ചന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ശ്രീഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. കാമഃ ഏഷ ക്രോധഃ ഏഷഃ രജോ ഗുണസമുദ്ഭവഃ മഹാശനഃ മഹാപാപ്മാ വിദ്ധി ഏനം ഇഹ വൈരിണം. കാമഃ ഏഷഃ ഈ കാമം അല്ലെങ്കിൽ ആഗ്രഹം, ക്രോധഃ ഏഷ ഈ ക്രോധം, ഇത് രജോ ഗുണസമുദ്ഭവഃ രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്. ഇതെങ്ങനെയുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മഹാശനഃ എന്ത് വേണമെങ്കിലും ഭക്ഷിക്കും, മഹാപാപ്മ എത്ര ഘോരകൃത്യങ്ങളും ചെയ്യിക്കും, വിധി ഏനം ഇഹ വൈരിണം. ഇഹ ഇവിടെ ഏനം ഇവനെ അല്ലെങ്കിൽ ഇതിനെ വൈരിണം വിധി ശത്രുവാണ് എന്ന് അറിഞ്ഞാലും അർജുന. അപ്പോൾ രജോ ഗുണത്തിൽ നിന്ന് സമുദ്ഭൂതനായിരിക്കുന്ന അല്ലെങ്കിൽ സമുദ്ഭൂതമായിരിക്കുന്ന കാമവും ക്രോധവുമാണ് ഇപ്രകാരമുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കാനായിട്ട് ഒരാളെ നിർബന്ധിതനാക്കുന്നത്. ആ കാമവും ക്രോധവും എങ്ങനെയുള്ളതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മഹാശനഃ എത്ര ഭക്ഷിച്ചാലും തൃപ്തി വരാത്തവനാണ് ഈ കാമം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത്. ക്രോധമാണെങ്കിലോ ആ ക്രോധം മഹാപാപ്മ കൊടിയ പാപങ്ങളെ വരെ ചെയ്യിക്കുന്നതാണ് ഈ ക്രോധം. ഇതിനെല്ലാം ഇഹലോക ജീവിതത്തിൽ നമ്മൾ ശത്രുവായിട്ട് അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് അറിയണം എന്നാണ് ഭഗവാൻ പറയുന്നത്. സാധാരണഗതിയിൽ ഒരാൾക്ക് പെട്ടെന്ന് ധനവാനാകണം എന്നൊരാഗ്രഹം ജനിക്കുന്നു. കാരണം അയാൾക്ക് ധനത്തിൻ്റെ വളരെയധികം ആവശ്യമുണ്ട്. അത്രയും ധനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് അയാൾക്ക് തോന്നുകയാണ്. അതിനായിട്ട് അയാൾ എവിടെയെങ്കിലും മോഷണം നടത്താൻ പോകും. അപ്പോൾ ഈ ഉഗ്രമായിരിക്കുന്ന കാമം അല്ലെങ്കിൽ ആഗ്രഹമാണ് അയാളെ കൊണ്ട് ആ കുൽസിത കർമ്മം ചെയ്യിക്കുന്നത്. അവിടെ വച്ചിട്ട് ആരെങ്കിലും അയാളോട് എതിരിട്ടാൽ, ഈ മോഷണ ശ്രമത്തിനിടയിൽ അതിനെ തടഞ്ഞു നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ, ഇയാളുടെ മനസ്സിൽ തൻ്റെ ആഗ്രഹം സാധിക്കുവാനുള്ള തടസ്സമാണ് അവരെന്ന് മനസ്സിലാക്കൊണ്ട് അവരോട് ഉഗ്രമായ കോപം തോന്നും. ആ കോപത്തിൽ നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യാൻ പോലും അയാൾ മടിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ്
മഹാപാപ്മ എന്ന് പറയുന്നത് എത്ര കൊടിയ പാപം ചെയ്യുവാനും അയാളെ നിർബന്ധിതനാക്കും ഈ കാമം അല്ലെങ്കിൽ ആഗ്രഹം. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ധർമാർജിതമായ ധനം മാത്രമേ നമ്മൾ അനുഭവിക്കാവൂ എന്നതാണ്. ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ പ്രതിഫലമായി ലഭിക്കാവുന്ന അല്ലെങ്കിൽ ന്യായമായി ലഭിക്കാവുന്ന പ്രതിഫലത്തെ സ്വീകരിച്ചുകൊണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്ക് നേടാമോ അത് മാത്രമേ ഒരാൾ ആഗ്രഹിക്കാവൂ. അതിൻ്റെ 10 മടങ്ങ് നമ്മൾ ആഗ്രഹിച്ചാൽ ചെയ്യുന്ന ജോലി തുച്ഛമാണെന്നിരിക്കെ അതിൻ്റെ പ്രതിഫലം വളരെ ഉയർന്നതായിട്ട് ആഗ്രഹിക്കേണ്ടതായി വരും. അത് നേടാൻ കഴിയാതെ വരുമ്പോഴാണ് വഴിവിട്ട മാർഗങ്ങളിലേക്കൊക്കെ പോകേണ്ടതായി വരുന്നത്. ചില സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ വിജിലൻസ് പിടികൂടുന്നതായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാറുണ്ട്. അവർക്കെല്ലാം മാന്യമായ ശമ്പളം കിട്ടുന്നവരാണ്. അത് വെച്ച് ജീവിക്കാവുന്നതുമാണ്, വളരെ നന്നായിട്ട് ജീവിക്കാവുന്നതുമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അവർ മോശമായ വഴിയിലൂടെ അല്ലെങ്കിൽ കൈക്കൂലിയിലൂടെയൊക്കെ പണം സമ്പാദിക്കാൻ നിർബന്ധിതരാകുന്നത്? അവരുടെയും അമിതമായ ആഗ്രഹങ്ങളാണ്. എനിക്ക് കിട്ടുന്ന അർഹതയുള്ള ശമ്പളം വാങ്ങി ഞാൻ അതിൽ ഒതുങ്ങുന്ന ജീവിതമേ നയിക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾക്ക് ഈ പ്രകാരം ആരിൽ നിന്നും അനധികൃതമായി ഒന്നും സ്വീകരിക്കാനേ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ മാന്യമായ ജീവിതം നയിക്കുന്നവരാണ് ശ്രേഷ്ഠമതികൾ അല്ലെങ്കിൽ ഭഗവാൻ പറയുന്ന ആ ജ്ഞാനികളുടെ ഗണത്തിലേക്ക് എത്തപ്പെടുന്നവർ. ഇതെല്ലാം നമ്മൾ സ്വയം ജീവിതത്തിൽ ആചരിച്ച് അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട വസ്തുതകളാണ്. അറിവില്ലാത്തവർക്ക് ഏത് മാർഗം സ്വീകരിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാമവും അത് സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ക്രോധവും ഇത് രണ്ടും രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിനെയാണ് നമ്മൾ വളരെയധികം ശക്തമായി നിയന്ത്രിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത് നമ്മളെ നിയന്ത്രിച്ചില്ലെങ്കിൽ എത്ര നേടിയാലും മതി വരാത്തതും അതിനായി ഏത് പാപം അനുഷ്ഠിക്കുവാനും യാതൊരു കൂസലുമില്ലാത്തവരായി നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റേതായ പരിണിത ഫലങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരും എന്ന സത്യം മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് കാമം ഉണ്ടായാലാണ് ക്രോധമുണ്ടാകുന്നത് എന്ന് കരുതി ആ കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയെല്ലാം പരിമിതപ്പെടുത്തി ധർമ്മമാർഗത്തിലൂടെ ജീവിക്കണം എന്നുള്ള ഉപദേശമാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്. ശ്രീ ഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം ധൂമേനാവ്രിയദേവഗ്നിർയഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭസ്തദാ തേനേദമാവൃതം. ധൂമേന ആവ്രിയതേ വഗ്നിഃ യഥാ ആദർശോ മലേന ച യഥാ ഉൽബേന ആവൃതഃ ഗർഭഃ തദാ തേന ഇദം ആവൃതം. ധൂമേന ആവ്രിയതേ വഗ്നിഃ. വഗ്നിഃ അഗ്നി അല്ലെങ്കിൽ തീയ്, അത് ധൂമേന പുക കൊണ്ട് ആവ്രിയതേ മൂടപ്പെടുന്നു. യഥാ ആദർശഃ മലേനജ, എങ്ങനെയാണോ ആദർശഃ കണ്ണാടി മലേന അഴുക്കുകൊണ്ട് മൂടപ്പെടുന്നത്, യഥാ ഉൽബേന ആവൃതഃ ഗർഭഃ, ഏത് പ്രകാരത്തിലാണോ ഒരു മറുപിള്ള ആ ഗർഭസ്ഥ ശിശുവിനെ ആവരണം ചെയ്തിരിക്കുന്നത്, തഥാ അപ്രകാരമാണ് തേന ഈ കാമം അല്ലെങ്കിൽ ക്രോധം കൊണ്ട് ഇദം ആവൃതം, ഇതിനെ ഈ ജ്ഞാനത്തെ മറയ്ക്കുന്നത്. ഈ ജ്ഞാനം ഒരു ആവരണം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ ആവരണത്തിൻ്റെ പേരാണ് കാമം, ആഗ്രഹം.
ഈ ആഗ്രഹം അല്ലെങ്കിൽ കാമം എന്ന് പറയുന്നത് ജ്ഞാനത്തിനെ ഏത് പ്രകാരത്തിലാണ് മറച്ചിരിക്കുന്നത് എന്ന് 3 ഉപമകളാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഒന്ന്, എങ്ങനെയാണോ അഗ്നി പുക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത്, അഗ്നി സമൃദ്ധമാകുന്നതിന് മുൻപായിട്ട് ആദ്യം ധൂമം അല്ലെങ്കിൽ പുക ഉണ്ടാകുന്നു. ആ പുക ഇങ്ങനെ ചുരുളായിട്ട് നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ അഗ്നി ദർശിതയോഗ്യമല്ലാതായിത്തീരുന്നു, അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീരുന്നു. പുറമേ കാണുമ്പോൾ പുക മാത്രമേ കാണുകയുള്ളൂ, എന്നാൽ അതിൻ്റെ താഴെ അഗ്നി നിശ്ചയമായും ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ആ അഗ്നിയെ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധം പുക മറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു കണ്ണാടി വളരെ കാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൽ അഴുക്ക് വന്നടിഞ്ഞിട്ട് ആ കണ്ണാടിയുടെ പ്രതിഫലന ശക്തി നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ആ കണ്ണാടി അവിടെയുണ്ട്. ഈ അഴുക്കിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ കണ്ണാടി പഴയതുപോലെ പ്രതിബിംബിപ്പിക്കും. പക്ഷേ ഈ അഴുക്ക് അതിൻ്റെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു. അതും ഈ അഴുക്ക് അവിടെ നിന്ന് മാറ്റിയാൽ മാറാവുന്നതേ ഉള്ളൂ. യഥാ ഉൽബേന ആവൃത ഗർഭ, എങ്ങനെയാണോ ഒരു ഗർഭസ്ഥ ശിശുവിനെ ഈ മറുപിള്ള പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, ആ ഗർഭസ്ഥ ശിശു കാണാൻ പറ്റാത്ത രീതിയിലായി ഈ മറുപിള്ള അതിനെ പൊതിഞ്ഞിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. അതൊരു സുരക്ഷാ കവചമാണെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഇവിടെ നമ്മളത് പ്രതിപാദിക്കുന്നത് അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഈ മറുപിള്ളയാൽ ആ ഗർഭസ്ഥ ശിശു കാണാൻ കഴിയാത്ത വിധത്തിൽ ഗൂഢമായിരിക്കുന്നു എന്നുള്ള ആശയത്തെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്രകാരം 3 ഉപമകളിലൂടെ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഈ കാമത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന, ഈ ആവരണത്തെ നീക്കം ചെയ്യുന്നതിനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ശുദ്ധിയാക്കൽ കർമ്മത്തിന് ഉപകരിക്കുന്ന യാതൊന്നും തന്നെ ഇവിടെ പ്രയോജനപ്രദമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രമെല്ലാം നമ്മൾ വളരെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് അത് ഉപയോഗിക്കാൻ എടുക്കുന്നത്. വളരെ നാളുകൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൽ ധാരാളം അഴുക്ക് പുരണ്ടിട്ടുണ്ടാവും. എന്നാലും വളരെയധികം പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് അഴുക്കിനെ മാറ്റി ശുദ്ധമാക്കാൻ സാധിച്ചെന്ന് വരാം. എന്നാലും അത് വളരെയധികം കാലം കഴിഞ്ഞ് ചിലപ്പോൾ അതും ദുസ്സാധ്യമായി വന്നേക്കാം. പക്ഷേ നിത്യവും ശുദ്ധമാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ അതിൽ അഴുക്ക് പുരളുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ജ്ഞാനത്തെ നിത്യവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ട് അതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് എപ്പോഴും നവങ്ങളാക്കി നിർത്തുകയാണെങ്കിൽ അതിൽ ഈ പ്രകാരമുള്ള അഴുക്കുകളൊന്നും പുരളുകയില്ല. അതുകൊണ്ട് ഈ ആവരണം വന്ന് പൊതിഞ്ഞ് ജ്ഞാനം ഇല്ലാത്ത അല്ലെങ്കിൽ ജ്ഞാനത്തെ കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ള ഒരു ഉപദേശമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനന് കൊടുക്കുന്നത്. അതുവഴി നമുക്കും ലഭിക്കുന്നത്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായി വരുന്നത് നമ്മളുടെ ഈ ആഗ്രഹമാണ്. പ്രായം ചെല്ലുന്തോറും നമ്മളുടെ ഈ ആഗ്രഹങ്ങളെയൊക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇനി എനിക്ക് ഒന്നും ഭൗതികമായ വസ്തുക്കൾ നേടേണ്ടതായിട്ട് ഇല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അയാളാണ് ഈശ്വരോപാസനയ്ക്ക് യോഗ്യനായിത്തീരുന്നത്. അങ്ങനെയുള്ളവർക്ക് നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുകയും ഉള്ളൂ. ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാവരെയും ഉപദേശിക്കുന്ന ഒരു ശ്ലോകമാണ് ഇവിടെ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചിട്ടുള്ളത്. ധൂമേനാവ്രിയതേവാഗ്നി യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭഃ തഥാ തേനേദമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാ
കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച ആവൃതം ജ്ഞാനം ഏതേന ജ്ഞാനിനഃ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച ആവൃതം ജ്ഞാനം ഏതേന ആവൃതം മൂടപ്പെട്ടിരിക്കുകയാണ്, ജ്ഞാനം അറിവ് മൂടപ്പെട്ടിരിക്കുകയാണ്. എന്തിനെ കൊണ്ട്? ഏതേന ഇതിനെ കൊണ്ട്, ഈ കാമത്തെ കൊണ്ട്. ജ്ഞാനിനഃ നിത്യവൈരിണ ജ്ഞാനികൾക്ക് നിത്യശത്രുവാണ് ഈ കാമം എന്ന് പറയുന്നത്. കാമരൂപേണ ഈ കാമമാകുന്ന രൂപത്തോടു കൂടിയിരിക്കുന്ന ഈ ആവരണം ജ്ഞാനത്തെ എപ്പോഴും മറച്ചു കളയുന്നതുകൊണ്ട് അത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നിത്യശത്രുവാണ്. ഒരിക്കലും ഇയാളോടൊരു സന്ധി ചെയ്യാൻ കഴിയാത്ത സാധനമാണ് കാമം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദുഷ്പൂരേണ ഒരിക്കലും ഇതിനെ സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ ആഗ്രഹങ്ങളെ എത്ര നിറവേറ്റിയാലും അതിന് തൃപ്തി വരികയില്ല. അനലേനജ അഗ്നി പോലെയുള്ളതുമാണ്, എന്തിനേയും സ്വീകരിക്കും, എന്ത് കൊടുത്താലും അത് മുഴുവൻ വിഴുങ്ങും എന്ന് പറയുന്ന ആ ഒരു രൂപത്തോടു കൂടിയാണ് ഈ കാമം ഉള്ളത്. അതുകൊണ്ട് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നിത്യശത്രുവാണ് ഈ കാമം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനമാർഗത്തിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവലംബിക്കേണ്ടതായ പ്രാഥമിക പാഠമാണ് തൻ്റെ ആഗ്രഹങ്ങളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത്. ചിലരെല്ലാം എന്തെല്ലാം ലഭിച്ചാലും യാതൊരു തൃപ്തിയും കാണിക്കാത്ത ആളുകളാണ്. എന്നാൽ മറ്റു ചിലരാവട്ടെ എന്തെങ്കിലും അത്യാവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, ഇനി കൂടുതലൊന്നും വേണ്ട എന്ന് കരുതുന്നവരുമാണ്. അങ്ങനെ ആ ആഗ്രഹങ്ങളുടെ ലെവൽ പലരിലും പല രീതിയിൽ ആയിരിക്കുന്നത് അവരുടെ ജന്മജന്മാർജിത ഉപാസനാ വൈഭവം കൊണ്ടായിരിക്കാം എന്നേ കരുതാനുള്ളൂ. യാതൊരു വിധത്തിലുള്ള ഈശ്വരോപാസന ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും ആസുരിക ഭാവമായിരിക്കുന്ന ഈ ഉഗ്രമായ കാമം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അതിലൂടെ ക്രോധവും അതിലൂടെ അയാൾ നാരകീയമായ എല്ലാ ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗ്യതയും നേടുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് അറിവ് നേടണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആദ്യമായി അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കൽ എന്നത്. അതാണ് സന്യാസി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ. സമ്യക് ന്യാസം ഇത് സന്യാസം എന്നാണ് പറയുന്നത്. പൂർണ്ണമായും കർമ്മഫലത്തെ ഉപേക്ഷിക്കലാണ് സന്യാസം. കേവലം കാഷായ വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ചന്ദനാദി ലേപനങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ല സന്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പലരെയും കാണുമ്പോൾ ഭസ്മ ചന്ദനാദി ലേപനങ്ങളൊക്കെ ഉപയോഗിച്ച് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഒറ്റ ലേബലിൽ നമ്മൾ സന്യാസി എന്ന് പറയാറുണ്ടെങ്കിലും അവരിലും എല്ലാം ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് വരികിൽ അവരാരും ആ പദത്തിന് യോഗ്യരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് വേണ്ട പ്രാഥമികമായ യോഗ്യതയാണ് ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഈശ്വരോപാസന. അതിന് ആരൊക്കെ യോഗ്യരാണോ അവരെ സന്യാസി എന്ന പദത്തിന് അർഹരായിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ അറിവിനെ മൂടുന്ന അനിത്യമാകുന്ന മായ അല്ലെങ്കിൽ അനിത്യമാകുന്ന ഈ കാമം ആഗ്രഹത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നവർക്ക് മാത്രമേ ജ്ഞാനമാർഗത്തിലൂടെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉപദേശം കൂടി ഭഗവാൻ ഇവിടെ അർജുനന് നൽകുകയാണ്. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി.